സാധാരണയായി യൂട്യൂബ് വീഡിയോകളിൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക എന്ന സ്ഥിരം അഭ്യർത്ഥനയ്ക്ക് പകരം സബ്സ്ക്രൈബ് ചെയ്യേണ്ടതില്ല എന്ന് പറയാൻ കാരണമെന്താണ്? സബ്സ്ക്രൈബേഴ്സിനെ വർദ്ധിപ്പിച്ച് ലാഭമുണ്ടാക്കാനുള്ള വീഡിയോ അല്ല ഇത്. ചാനലിന്റെ ലക്ഷ്യം ലാഭമല്ല, മറിച്ച് സന്ദേശമെത്തിക്കുക എന്നതാണ്. ജീവിതം ഒന്നേയുള്ളൂ. ദർ ഇസ് നോ റീടേക്ക്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ദയവായി മുഴുവൻ കാണുക. ലൂസിഫറിന്റെ വീഴ്ച സകല മനുഷ്യരും അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് 1 യോഹന്നാൻ 5:19 കാണുന്നു. ലൂസിഫറിന് ജാതിയുടെയും മതത്തിന്റെയും വേർതിരിവുകളൊന്നുമില്ല. ഏതു മനുഷ്യനെയും വശീകരിച്ച് പാപത്തിലേക്ക് നയിച്ച് ഒടുവിൽ നാശത്തിലേക്ക് തള്ളിവിടുന്നതാണ് അവന്റെ ലക്ഷ്യം. ലൂസിഫറിന്റെ വീഴ്ച സകല മനുഷ്യരും അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നതിന് വലിയൊരു സാർവത്രിക പ്രസക്തിയുണ്ട്. ഇത് കേവലം ഒരു മതപരമായ ചരിത്രം എന്നതിലുപരി മനുഷ്യസഹജമായ വീഴ്ചകളെയും മനഃശാസ്ത്രപരമായ പരിവർത്തനങ്ങളെയും കുറിച്ചുള്ള ഒരു വലിയ പാഠമാണ്. നമുക്കതൊന്ന് നോക്കാം. പിശാചിന്റെ ലക്ഷ്യം ഒരു പ്രത്യേക മതവിഭാഗത്തെയല്ല, മനുഷ്യനെയാണ്. മനുഷ്യന്റെ ബലഹീനതകളായ അസൂയ, അഹങ്കാരം, ലഹരിയോടുള്ള ആസക്തി, ജഡമോഹം, സ്വാർത്ഥത, നിരാശ എന്നിവയാണ് അവൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ. ഏതു മതത്തിൽപ്പെട്ടവനായാലും ഈ കെണികളിൽ വീഴുന്നവൻ അവന്റെ സ്വാധീനത്തിലേക്ക് കടക്കുന്നു. മനുഷ്യരെ തമ്മിലടുപ്പിക്കാൻ അവൻ മതത്തെയും ഒരു ആയുധമായി ഉപയോഗിച്ചേക്കാം. എന്നാൽ അവന്റെ അന്തിമ ലക്ഷ്യം എല്ലാവരെയും നിത്യനരകത്തിലേക്ക് നയിക്കുകയെന്നതാണ്. ഇത് എല്ലാ മനുഷ്യരും അറിയേണ്ട ഒരു ആഗോള യാഥാർത്ഥ്യമാണ്. അവൻ പാപത്തെ സ്വാതന്ത്ര്യമായി ചിത്രീകരിക്കുന്നു, അതിമോഹത്തെ അഭിലാഷമായി അഥവാ ആംബീഷനായി തോന്നിപ്പിക്കുന്നു, സ്വാർത്ഥതയെ സ്വയം സ്നേഹമായി വ്യാഖ്യാനിക്കുന്നു. ലൂസിഫറിന്റെ വശീകരണത്തിൽ വീഴാൻ ജാതിയോ മതമോ ദേശമോ ഭാഷയോ ദാരിദ്ര്യമോ സമ്പത്തോ ഒന്നും തന്നെ തടസ്സമല്ല. ഒന്നാമതായി, വ്യക്തിത്വത്തിന്റെ അന്തകനായ അഹങ്കാരം ലോകത്തിലെ ഏതു മേഖലയിലുള്ളവരായാലും വിശ്വാസികളായാലും അവിശ്വാസികളായാലും അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈഗോ അല്ലെങ്കിൽ അഹങ്കാരമാണ്. ഒരാൾ എത്ര വലിയ ഉയരത്തിലെത്തിയാലും വിനയമില്ലെങ്കിൽ ആ ഉയരം തന്നെ അവന്റെ പതനത്തിന് കാരണമാകുമെന്ന് ലൂസിഫറിന്റെ കഥ പഠിപ്പിക്കുന്നു. ഇതിൽ നിന്നും പഠിക്കേണ്ട ഗുണപാഠം: വിജയങ്ങൾ തലയ്ക്ക് പിടിക്കുമ്പോൾ അത് നാശത്തിന്റെ തുടക്കമാണ്. രണ്ടാമതായി, അധികാര ദുർവിനിയോഗം. ഉന്നതമായ പദവിയിലിരുന്ന ലൂസിഫർ ആ പദവിയെ സേവനത്തിനല്ല, മറിച്ച് ആധിപത്യം സ്ഥാപിക്കാനാണ് ഉപയോഗിച്ചത്. രാഷ്ട്രീയത്തിലായാലും ഔദ്യോഗിക ജീവിതത്തിലായാലും അധികാരം ലഭിക്കുമ്പോൾ അത് മറ്റുള്ളവരെ അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന പ്രവണതയ്ക്കെതിരെ ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. ഗുണപാഠം: അധികാരം ഉത്തരവാദിത്തമാണ്, അവകാശമല്ല. മൂന്നാമതായി, നന്ദികേടിന്റെ ഭവിഷ്യത്ത്. തനിക്ക് ലഭിച്ച സകല കഴിവുകളും സൗന്ദര്യവും സൃഷ്ടാവ് നൽകിയതാണെന്ന പ്രാഥമിക സത്യം ലൂസിഫർ മറന്നുപോയി. നന്ദിയുള്ള ഒരു ഹൃദയത്തിന് മാത്രമേ ഉന്നതിയിൽ നിലനിൽക്കാൻ കഴിയൂ. തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെല്ലാം സ്വന്തം കഴിവാണെന്ന് വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും ലൂസിഫറിന്റെ അതേ പാതയിലാണ്. ഗുണപാഠം: നന്ദിയില്ലാത്ത ഹൃദയം സാത്താന്റെ നൃത്തവേദിയാണ്. എന്നാൽ നന്ദിയുള്ള ഹൃദയം ദൈവത്തിന്റെ സിംഹാസനമാണ്. നാലാമതായി, അതിമോഹവും സ്വാർത്ഥതയും. ലക്ഷ്യബോധം നല്ലതാണ്, എന്നാൽ മറ്റൊരാളെ തകർത്ത് ആ സ്ഥാനത്തിരിക്കണം എന്നാഗ്രഹിക്കുന്നത് വഷളായ അതിമോഹമാണ്. ലൂസിഫർ ആഗ്രഹിച്ചത് ദൈവത്തോടുള്ള സ്നേഹമല്ല, മറിച്ച് ദൈവത്തിന്റെ സ്ഥാനമാണ്. ഗുണപാഠം: സ്ഥാനമാനങ്ങൾക്കു വേണ്ടിയുള്ള അതിമോഹം ദൈവത്തിന് പ്രിയപ്പെട്ടവനെപ്പോലും പിശാചാക്കി മാറ്റും. ഒന്നുകൂടി പറയാം. സ്ഥാനമാനങ്ങൾക്കു വേണ്ടിയുള്ള അതിമോഹം ദൈവത്തിന് പ്രിയപ്പെട്ടവനെപ്പോലും പിശാചാക്കി മാറ്റും. അർഹതയില്ലാത്തത് നേടിയെടുക്കാനുള്ള ശ്രമം വിപത്തിലേ കലാശിക്കൂ. സൃഷ്ടികളിൽ ഏറ്റവും മനോഹരനും ജ്ഞാനിയുമായിരുന്നിട്ടും സ്വർഗത്തിലെ അത്യുന്നത പദവിയിലിരുന്നിട്ടും ലൂസിഫർ എങ്ങനെ വീണുപോയി? ഉയർന്ന സ്ഥാനത്തു നിന്നും സ്വന്തം കുറ്റം കൊണ്ട് വീണുപോയതിന്റെ ഉത്തമ ഉദാഹരണമാണ് ലൂസിഫർ. വ്യത്യസ്ത ഭാഷകളിൽ ഈ പേര് എങ്ങനെയെല്ലാമാണെന്ന് ആദ്യം നോക്കാം. എബ്രായ ഭാഷയിൽ ഹേലേൽ ബെൻ ഷാഹർ എന്നും ഗ്രീക്ക് ഭാഷയിൽ ഹെയോസ്ഫോറോസ് എന്നും ലാറ്റിൻ വൾഗേറ്റ് ബൈബിൾ KJV എന്നിവയിൽ ലൂസിഫർ എന്നും പറഞ്ഞിരിക്കുന്ന ഈ പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ തന്നെ താൻ എത്ര ഉന്നതനായിരുന്നു എന്ന് ഏകദേശം അറിയാം.
എബ്രായ ഭാഷയിൽ ഹേലേൽ ബെൻ ഷാഹർ എന്ന പദം 3 വാക്കുകൾ ചേർന്നതാണ്. ഹേലേൽ എന്നാൽ പ്രകാശിക്കുന്നവൻ, ബെൻ എന്നാൽ പുത്രൻ, ഷാഹർ എന്നാൽ ഉഷസ്, അതായത് പ്രഭാതത്തിന്റെ പുത്രനായ പ്രകാശമുള്ളവൻ അഥവാ വെളിച്ചം വഹിക്കുന്നവൻ, ലൈറ്റ് ബെയറർ, മോർണിംഗ് സ്റ്റാർ എന്നൊക്കെ അർത്ഥം. അരുണോദയപുത്രനായ ശുക്രൻ എന്ന് യെശയ്യാവ് 14:12 മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നു. സൃഷ്ടികളിൽ ഏറ്റവും തിളക്കമുള്ളവനും ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്തു നിൽക്കുന്നവനുമായിരുന്നു അവൻ എന്ന് ഇത് സൂചിപ്പിക്കുന്നു. ലൂസിഫറിന്റെ വീഴ്ചയുടെ പ്രധാന കാരണം നിഗളം അഥവാ അഹങ്കാരമാണ്. നിഗളിച്ചതുകൊണ്ടാണ് പിശാചിന് ശിക്ഷാവിധി വന്നത് എന്ന് 1 തിമോത്തി 3:6 കാണുന്നു. ലൂസിഫറിന് അഹങ്കാരം വരാൻ കാരണമായത് അവന് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ലഭിച്ചിരുന്ന സൗന്ദര്യം, ജ്ഞാനം, സ്ഥാനമാനങ്ങൾ, ശക്തി എന്നിവയാണ്. അവൻ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതനായ ദൂതനായി, പ്രകാശത്തിന്റെ ദൂതനായി, അതുല്യമായ മഹത്വത്തോടും അധികാരത്തോടും കൂടി സൃഷ്ടിക്കപ്പെട്ടിരുന്നു. സൗന്ദര്യം എങ്ങനെ നാശഹേതുവായി മാറുന്നു? അന്നും ഇന്നും നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു എന്ന് യെഹെസ്കേൽ 28:17 കാണുന്നു. ലൂസിഫർ മറന്നുപോയൊരു സത്യമുണ്ട്. സൗന്ദര്യം എന്നത് അവൻ അധ്വാനിച്ചുണ്ടാക്കിയ ഒന്നല്ല, മറിച്ച് അവന് സൗജന്യമായി നൽകപ്പെട്ട ഒന്നായിരുന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സൗന്ദര്യം, ബുദ്ധി, കഴിവുകൾ എന്നിവ നമുക്ക് ദാനമായി സിദ്ധിച്ചതാണ്. അവ അഹങ്കാരത്തിനായി ഉപയോഗിക്കരുത്. ലൂസിഫറിന്റെ പതനത്തിലെ രണ്ടാമത്തെ പ്രധാന ഘടകം നിന്റെ പ്രഭനിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി എന്ന് യെഹെസ്കേൽ 28:17 കാണുന്നു. ലൂസിഫർ ജ്ഞാനസമ്പൂർണനായിരുന്നു എന്നത് ശരിയാണ്. എന്നാൽ ആ അറിവ് അവനെ സൃഷ്ടാവിനെ ഭയപ്പെടാനല്ല, മറിച്ച് സൃഷ്ടാവിനോട് മത്സരിക്കാനാണ് പ്രേരിപ്പിച്ചത്. ജ്ഞാനം വർദ്ധിക്കുകയും വിനയം കുറയുകയും ചെയ്യുമ്പോൾ ജ്ഞാനം ഒരു ആയുധമായി മാറുന്നു. മറ്റുള്ളവരെ മുറിപ്പെടുത്താനും സ്വയം നശിക്കാനുമുള്ള ആയുധം. യഥാർത്ഥ ജ്ഞാനം മനുഷ്യനെ താഴ്മയുള്ളവനാക്കുന്നു, അഹങ്കാരിയാക്കുന്നില്ല. അറിവ് നിങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിച്ചേക്കാം, പക്ഷേ ആ ഉയരങ്ങളിൽ നിങ്ങളെ നിലനിർത്തുന്നത് നിങ്ങളുടെ വിനയമായിരിക്കും. ലൂസിഫറിന്റെ അഹങ്കാരവും ദൈവത്തിന് തുല്യനാകാനുള്ള ആഗ്രഹവും വെളിപ്പെടുത്തുന്ന 5 ഞാൻ ഐ വിൽ പ്രഖ്യാപനങ്ങൾ നോക്കാം. ഞാൻ സ്വർഗത്തിൽ കയറും. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സ്വയം ഉയർത്താനുള്ള ദുർമോഹമാണ് അവന്റെ ഹൃദയത്തിലുണ്ടായത്. ദൈവം അവന് കൊടുത്ത സ്ഥാനത്തും മഹത്വത്തിലും സംതൃപ്തനാകാതെ തന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ സ്ഥാനം പോലും അപഹരിച്ചെടുക്കുവാൻ ലൂസിഫർ തയ്യാറായി. എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. മറ്റ് മാലാഖമാർക്കും അധികാരങ്ങൾക്കും മുകളിൽ പരമാധികാരം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഇവിടെ കാണുന്നത്. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ദൈവത്തിന്റെ ഭരണകേന്ദ്രത്തിൽ ആധിപത്യമുറപ്പിക്കാനുള്ള മോഹമാണ് ലൂസിഫറിൽ കണ്ടത്. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. മഹത്വത്തിന്റെ അത്യുന്നതങ്ങളിൽ എത്താനുള്ള ലൂസിഫറിന്റെ വഷളായ ആഗ്രഹമാണ് ഇവിടെ കാണുന്നത്. ഞാൻ അത്യുന്നതനോട് സമനാകും. നിഗളവും അഹങ്കാരവും അവന്റെ കണ്ണുകളെ കുരുടാക്കി. താൻ ദൈവത്തിന്റെ സൃഷ്ടി മാത്രമാണ് എന്ന കാര്യം ലൂസിഫർ മറന്നുപോയി. സ്വന്തം പരിധിയും പരിമിതിയും മറന്നുപോയി. സൃഷ്ടാവായ ദൈവത്തിന് തുല്യനാകുക എന്നതായിരുന്നു അവന്റെ അഹങ്കാരത്തിന്റെ പൂർണ്ണരൂപം. ലൂസിഫറിന്റെ വീഴ്ച എന്ന വിഷയത്തോടൊപ്പം നമുക്കുള്ള ഗുണപാഠം എന്ത് എന്നതാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. ഈ ചിത്രം സൂക്ഷിച്ചു നോക്കൂ. വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗത്തിൽ നിന്നുള്ള വെളിച്ചവും നരകത്തിലെ അന്ധകാരവും തമ്മിലുള്ള വൈരുദ്ധ്യം ഇതിൽ വ്യക്തമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഉയരത്തിൽ നിന്നും നിർഗമിക്കുന്ന സ്വർഗീയ പ്രകാശവും താഴെയായി ആ വെളിച്ചത്തിനായി കൊതിക്കുന്ന മനുഷ്യരും, മറുവശത്ത് ലൂസിഫറിന്റെ വീഴ്ചയെ സൂചിപ്പിക്കുന്ന തീജ്വാലയും. ബൈബിൾ വിജ്ഞാനകോശം എന്ന പരമ്പരയിൽ 6ാമത്തെ എപ്പിസോഡിൽ വീഴാതെ നിൽക്കണം എന്ന വിഷയമാണ് നമ്മൾ പഠിച്ചത്. അതിന്റെ തുടർച്ചയാണ് ഇത്. വീണുപോയവർ ആരെല്ലാം, എന്തുകൊണ്ട് അവർ വീണുപോയി, വീഴാതെ നിൽക്കുവാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാം എന്നതാണ് പഠനവിഷയം. ജീവിതം ഒന്നേയുള്ളൂ. ദർ ഇസ് നോ റീടേക്ക്. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്തു രക്ഷിപ്പീൻ എന്ന യൂദാ 1:23 കാണുന്നു. ആത്മീയ അഗ്നിശമന സേന, സ്പിരിച്വൽ ഫയർ ആൻഡ് റെസ്ക്യൂ പ്രവർത്തനമാണ് ഇത്.
സാധാരണ അഗ്നിശമന സേനാംഗങ്ങൾ ചെയ്യുന്നതിനോട് ഈ ശുശ്രൂഷയെയും താരതമ്യം ചെയ്യാം. അടിയന്തര സ്വഭാവമുള്ളതാണ്. സാത്താൻ യുവജനങ്ങളെ ഉൾപ്പെടെ അനേകരെ വിവിധ മാർഗങ്ങളിലൂടെ പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് കൊണ്ടുപോകുന്ന പ്രവൃത്തി ഈ അന്ത്യനാളുകളിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നന്മയെന്ന് തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളിലൂടെയാണ് സാത്താൻ യുവജനങ്ങളെ ആകർഷിക്കുന്നത്. മദ്യം, മയക്കുമരുന്ന് എന്നിവയ്ക്ക് പുറമെ സ്ക്രീൻ അഡിക്ഷൻ, അശ്ലീലത, തെറ്റിന് ശരിയായും ശരിയെ തെറ്റായും ചിത്രീകരിക്കുന്ന ആധുനിക ചിന്താഗതികൾ എന്നിവയിലൂടെ മനസ്സിനെ അടിമപ്പെടുത്തുന്നു. മറ്റൊരു വേദനാജനകമായ വസ്തുത എന്തെന്നാൽ ദൈവത്തിന്റെ സ്ഥാനാപതികളായി വസ്ത്രം ധരിക്കുകയും എന്നാൽ ജീവിതം കൊണ്ട് ഇരുൾ പരത്തുകയും ചെയ്യുന്നവർ യുവജനങ്ങൾ ഉൾപ്പെടെ അനേകരെ സഭയിൽ നിന്നും ദൈവവിശ്വാസത്തിൽ നിന്നും അകറ്റുന്നു. വിശ്വാസികൾക്ക് മാതൃകയാകേണ്ടവർ ഇടർച്ച വരുത്തുമ്പോൾ സാധാരണക്കാർ ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ച് വിശ്വാസം ഉപേക്ഷിക്കുന്നു, സഭ വിട്ടുപോകുന്നു, ദൈവത്തിനെതിരെ, വിശ്വാസത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. വേഷം കൊണ്ടും വാക്കുകൾ കൊണ്ടും വെളിച്ചം പ്രസംഗിക്കുകയും ജീവിതം കൊണ്ട് ഇരുൾ പരത്തുകയും ചെയ്യുന്നവർ ദൈവത്തിന്റെ വക്താക്കളല്ല, സാത്താന്റെ ചാരന്മാരാണ്. ദൈവത്തിലേക്കുള്ള വഴി കാട്ടേണ്ടവർ തന്നെ. വഴിയിൽ കുഴി തോണ്ടുമ്പോൾ വീഴുന്നത് ആത്മാക്കളാണ്, ഓർക്കുക. ഇടർച്ച വരുത്തുന്നവനെ കാത്തിരിക്കുന്നത് കടലിലെ ആഴങ്ങളെക്കാൾ വലിയ ശിക്ഷയാണ്. നിങ്ങൾ പിടിച്ചിരിക്കുന്നത് വിശുദ്ധ പുസ്തകമാണോ അതോ വഞ്ചനയുടെ മറയാണോ? നിങ്ങളുടെ ജീവിതം കണ്ടു മടുത്ത ജനം പള്ളി വിടുമ്പോൾ നിങ്ങൾ തോൽപ്പിക്കുന്നത് സഭയെയല്ല, ദൈവത്തെയാണ്. ലൂസിഫറിന് ജാതിയും മതവും ഭാഷയും ദേശവും വ്യത്യാസമില്ല. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സത്യദൈവത്തിൽ നിന്നും സകല മനുഷ്യരെയും അകറ്റണം, പാപത്തിൽ വീഴിച്ച് നരകത്തിലെത്തിക്കണം എന്ന ഉദ്ദേശം മാത്രമേയുള്ളൂ. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സു കുരുടാക്കിയെന്ന് 2 കൊരിന്ത്യർ 4:4 കാണുന്നു. വീണുപോയ ലൂസിഫർ ഇന്നും മനുഷ്യരെ വീഴിക്കുന്നു, മനുഷ്യരെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു, കുടുംബങ്ങളെ തകർക്കുന്നു, ഭാര്യാഭർത്താക്കന്മാരെ ഭിന്നിപ്പിക്കുന്നു, യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നു, രാജ്യങ്ങളെ തകർക്കുന്നു, സഭകളെ തകർക്കുന്നു. ഏദനിൽ ആരംഭിച്ച വഞ്ചനയുടെ പ്രവർത്തനങ്ങൾ തുടരുന്നു. അടുത്ത എപ്പിസോഡിൽ 28 ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഉദാഹരണത്തിനായി അതിൽ ചില ചോദ്യങ്ങൾ മാത്രം നമുക്കിപ്പോൾ നോക്കാം. പിശാച് അഥവാ സാത്താൻ എന്ന കൺസെപ്റ്റ് ബൈബിളിലുണ്ടോ? ഇങ്ങനെയൊന്നില്ല എന്ന് നിരീശ്വരവാദികളും ഭൗതികവാദികളും പറയുന്നുണ്ടല്ലോ. സാത്താൻ എന്നത് ഒരു കെട്ടുകഥയാണോ? ലൂസിഫറിന് ജാതിയും മതവും ഭാഷയും ദേശവും വ്യത്യാസമില്ല, സകല മനുഷ്യരെയും പാപത്തിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. പിശാചിന് ലോകത്തിലുള്ള എല്ലാ ഭാഷയും അറിയാമോ? റഷ്യക്കാരനോട് റഷ്യൻ ഭാഷയിലും, ചൈനക്കാരനോട് ചൈനീസ് ഭാഷയിലും, ആഫ്രിക്കൻസിനോട് ആഫ്രിക്കൻ ഭാഷയിലും, കേരളത്തിലുള്ളവരോട് മലയാളത്തിലും, അമേരിക്കയിലുള്ളവരോട് ഇംഗ്ലീഷിലും ഇങ്ങനെ വ്യത്യസ്ത ഭാഷകളിൽ സംസാരിക്കാൻ സാത്താൻ അറിയാമോ? ചില ബൈബിൾ കഥാപാത്രങ്ങളെ നശിപ്പിക്കുവാൻ പിശാച് സ്വീകരിച്ച തന്ത്രങ്ങൾ എന്തെല്ലാം? പിശാചിനെ ഇപ്പോഴേ ദൈവം നശിപ്പിച്ചുകളയാത്തത് എന്തുകൊണ്ട്? ഇതുപോലെയുള്ള 28 ചോദ്യങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.